ശക്തമായി നമ്മുടെ മധ്യേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. परमेश्वर की आत्मा हमारे बीच में जो बात कर रहे हैं ആമേ ഗാനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. और गानों के द्वारा परमेश्वर हमसे बात कर रहे थे। Praise the Lord. കർത്താവിന്റെ ദാസൻ ആമേ നമ്മോട് ആദ്യ പാട്ടിൽ തന്നെ നമ്മോട് ആവശ്യപ്പെട്ടത് ദൈവത്തെ സ്തുതിക്കുവാൻ. और जो है पहला गीत में था कि परमेश्वर की आराधना करना। കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞു പക്ഷെ അത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാ, വലിയ സന്തോഷം വലിയൊരു അനുഗ്രഹം നിറഞ്ഞൊരു പാട്ടാണെന്ന് പറയാനിടയായി. पिछले दिनों में बहुत से लोग कह रहे थे कि वो बहुत खुशी का गीत है, बहुत आशीष भरा हुआ गीत है। അതെ, ആ പാട്ട് അങ്ങനെ പറയുന്നത് ആമേൻ യേശുവിനെ സ്തുതി മനമേ. क्योंकि वो गीत ऐसा कहता है कि यीशु को सारा धन्यवाद दो मन। എനിക്ക് തോന്നുന്നു ഇന്ന് പലരും ഇന്ന് വളരെ നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുന്നത് പോലെ തോന്നുന്നു. मुझे लगता है आज बहुत जन जो है दुख और निराश में है। അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിനെ സ്തുതി മനമേ. इसलिए परमेश्वर के वचन कहता है कि मेरे मन परमेश्वर की स्तुति कर। നമ്മുടെ ദുഃഖത്തിലും നിരാശയിലും നമുക്ക് സ്തുതിക്കാൻ പറ്റിയത് യേശുവിനെ മാത്രം. हमारे दुख और निराश में हमें स्तुति करने के लिए यीशु ही है। നമ്മുടെ ദുഃഖവും നിരാശയും മാറണമെങ്കിൽ നാം യേശുവിനെ സ്തുതിക്കണം. हमारा दुख और निराश हटना है तो हमें स्तुति करना है। ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദുഃഖവും നിരാശയും മുറവിളിയും സങ്കടവും എല്ലാം ഉണ്ടായിരിക്കും. हम इस दुनिया में रहने तक हमें दुख और मुसीबत सब होते रहेगा। എന്നാൽ ആമേൻ അതെല്ലാത്തിനും വിടുവിക്കാൻ സർവശക്തനായ ഒരു ദൈവവും നമ്മോട് കൂടെയുണ്ട്. लेकिन वो सबसे छुटकारा देने के लिए जो एक परमेश्वर हमारे साथ है। അതുകൊണ്ട് ആരെങ്കിലും നിരാശയോടോ ദുഃഖത്തോടോ പ്രയാസത്തോടോ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. तो अगर आप जो दुख में समस्या में हो तो परमेश्वर हमारे साथ है। നമ്മുടെ അവസ്ഥകളെ മാറ്റി മറിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തിമാൻ. हमारा अवस्था को बदलने के लिए हमारा परमेश्वर सर्वशक्तिमान है। ആമേൻ. ദൈവത്തോട് നാം അപേക്ഷിക്കാമെങ്കിൽ പ്രാർത്ഥിക്കാമെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ അത്ഭുതം നടക്കും. हम परमेश्वर से प्रार्थना कर तैयार है तो अद्भुत काम होगा। കാരണം ദൈവത്തിന്റെ വചനം അത് നമ്മോട് പറയുന്നു. परमेश्वर का वचन वो कहता है। ആമേൻ. കർത്താവ് നമുക്ക് നൽകി തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ഒന്നും കർത്താവ് മറക്കില്ല. परमेश्वर जो हमें देंगे करके बोला हुआ कोई भी वायदा परमेश्वर नहीं भूलते हैं। മനുഷ്യർ പലപ്പോഴും മറന്നെന്ന് വരും, मनुष्य भूल जाएंगे, എന്നാൽ ദൈവം അതൊരിക്കലും മറക്കത്തില്ല. परमेश्वर वो कभी नहीं भूलते हैं। ദൈവം പറഞ്ഞ സമയത്ത് തന്നെ അത് ഒരുക്കി തരും. परमेश्वर जो बोलने के समय में ही वो तैयार करके देते हैं। കാരണം അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം വായിക്കുമ്പോൾ ദൈവം അതിനെ ഉറപ്പിക്കുന്നു. क्योंकि उत्पत्ति से लेकर प्रकाशित वाक्य तक पढ़ने के से परमेश्वर वो बताते भी है। ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. परमेश्वर जो वायदा के परमेश्वर विश्वस्त है। മനുഷ്യരെല്ലാം മാറിപ്പോകും, मनुष्य बदल जाएंगे, എന്നാൽ ദൈവത്തിന് മാറ്റമില്ല. लेकिन परमेश्वर को कोई बदलाव नहीं। അതുകൊണ്ടാ പറയുന്നത് इसलिए कहता है ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത അനന്യനായ ദൈവം. इसीलिए आज कल और युगानुयुग नहीं बदलने वाला परमेश्वर। ആമേൻ. ആ ദൈവ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. और उस परमेश्वर के चरणों में हम आए हैं। ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. उस परमेश्वर की हम आराधना करते हैं। ആ ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ और वो निश्चय है तो ഇന്ന് പകൽക്കാലം നമ്മുടെ നിരാശകളെ മാറ്റുവാൻ, आज जो है हमारी निराशा को हटाने के നമ്മുടെ लिए, ദുഃഖങ്ങളെ മാറ്റുവാൻ, हमारे दुख को हटाने के നമ്മുടെ लिए, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ हमारे प्रश्नों को जो है उसका हल ढूंढने के लिए ആ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. वो परमेश्वर हमारे बीच में है। വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ हम विश्वास करके प्रार्थना करेंगे तो നമ്മെ ദൈവം നമുക്ക് മറുപടി നൽകും. परमेश्वर हमें उत्तर देंगे। ദൈവവചനം അതാ പറയുന്നത്. परमेश्वर का वचन ये कहता है പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംശയിക്കാതെ പ്രാർത്ഥിക്കണം. प्रार्थना करने के समय बिना जो है निसंदेह होकर प्रार्थना करना। നമ്മൾ പലപ്പോഴും സംശയത്തോടുകൂടെ പ്രാർത്ഥിക്കണം. हम कई बार संदेह से प्रार्थना करते हैं, എങ്കിലും അവസാനം പറയും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. परंतु फिर भी आखिर में कहते हैं प्रार्थना सुने धन्यवाद। നമ്മുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്, ഇതിന് മറുപടി കിട്ടുമോ? हमारे अंदर एक संदेह है, ये मिलेगा कि नहीं। കാരണം ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നത് क्या बहुत लोग जो प्रार्थना करते हैं ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദൈവം പെട്ടെന്ന് മറുപടി നൽകും, छोटी छोटी बातों के लिए परमेश्वर जो है जवाब देंगे, വലിയ വലിയ വിഷയങ്ങൾക്ക് മറുപടി നൽകുമോ എന്നൊരു സംശയമുണ്ട്. बड़ा बड़ा विषय के लिए उत्तर देंगे, क्या वो संदेह है। എന്നാൽ വലുതും ചെറുതുമായ വിഷയങ്ങൾ നമ്മുടേതാണ്. लेकिन छोटा बड़ा सब जो प्रश्न हमारा है। ദൈവസന്നിധിയിൽ വലുതുമില്ല ചെറുതുമില്ല. परमेश्वर के चरणों में कोई बड़ा नहीं है, छोटा नहीं। ദൈവത്തിന് എല്ലാം ഒരുപോലെ. परमेश्वर को सब एक ही समान है। ആമേൻ. ദൈവത്തിന് ഒരുപോലെയാ എല്ലാ വിഷയങ്ങളും. परमेश्वर को सब कुछ एक ही समान है। നമുക്ക് ചിലപ്പോൾ അത് വലിപ്പത്തിനും ചെറുപ്പത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും, हमें कभी वो जो बड़ा और छोटा में फर्क എന്നാൽ रहेगा, ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. परंतु परमेश्वर को कोई फर्क नहीं है। കാരണം ദൈവവചനം പറയുന്നു, परमेश्वर का वचन कहता है നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. तुमने क्या प्रार्थना का उत्तर मिलेगा। അത് ദൈവത്തിന്റെ വാഗ്ദത്തം.
वो परमेश्वर का वायदा है। നീ കഴിച്ച പ്രാർത്ഥനയ്ക്ക് तुमने किया प्रार्थना, ഉത്തരം കിട്ടും. उत्तर मिलेगा। ആ ഉറപ്പ് നമുക്കുണ്ടോ? क्या वो जो निश्चय हमारे पास है? അങ്ങനെയെങ്കിൽ നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ऐसा है तो हमें किस विषयों के लिए प्रार्थना करना है? ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന് ആമേൻ സന്തോഷമുണ്ടോ? हम प्रार्थना करने वाले विषयों के ऊपर क्या परमेश्वर को खुशी है? ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. हम देखते हैं आज सुबह के समय एक व्यक्ति ने परमेश्वर को प्रार्थना करके प्रसन्न किया हुआ। നമുക്കെല്ലാം സുപരിചിതമായ ഒരു വ്യക്തിയാ. हम सब जानते हुए व्यक्ति है। നമ്മൾ മിക്കവാറും വിശ്വാസികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയാറുണ്ട്, हम विश्वास के बारे में बात करने समय सभी हम बात करते हैं। ഒത്തിരി എല്ലാവരും പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും बहुत जन बुरे व्यक्ति है तो भी പലപ്പോഴും പറയാറുണ്ട് ആ വ്യക്തി വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയെന്ന്. कई बार हम कहते हैं कि वो व्यक्ति विश्वास से बदल क्या करे। വിശ്വാസികളുടെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്താൻ കഴിയാതെ പോയൊരു വ്യക്തി. विश्वासियों के जो है वो लिस्ट से भी उनको निकाल दिया हुआ व्यक्ति। അപ്പോ ബാക്കി എല്ലാവരുടെ പേരും കൊടുത്തപ്പോൾ बाकी सभी लोग का नाम देने के ദൈവത്തിന് വേണ്ടി വലിയവ ചെയ്ത परमेश्वर के लिए बड़ा किया हुआ ആമേൻ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി. जो प्रसिद्ध हुआ व्यक्ति, ആ വ്യക്തിയെ ഇന്ന് പകൽക്കാലം നമുക്കൊരു പ്രാവശ്യം കൂടെ ഒന്ന് പരിചയപ്പെടാം. उस व्यक्ति को हम और एक बार देखेंगे। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം पहला राजा का किताब, അതിന്റെ 3-ാം അധ്യായം उसका 3रा अध्याय, അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കും. उसका 10वां आय। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം पहला राजा का किताब, അതിന്റെ 3-ാം അധ്യായം 10-ാം വാക്യം. उसका 3 का 10। इस बात से प्रभु प्रसन्न हुआ कि सुलेमान ने ऐसा वरदान मांगा है। आमीन। ആമേൻ. ഇവിടെ ദൈവവചനം പറയുന്നത് ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. यहाँ पे वचन कहता है कि इस बात से प्रभु प्रसन्न हुआ कि सुलेमान ने ऐसा वरदान मांगा है। ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ये जो बात मांगा है इसलिए परमेश्वर प्रसन्न हुआ। ഏത് കാര്യം ചോദിച്ചത്? कौन सा बात है? ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. हम आज अपने आप को थोड़ा जांचते हैं। നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം ദൈവം പ്രസാദിക്കുന്നുണ്ടോ? हम जो परमेश्वर पूछते हैं वो सभी में प्रसन्न होते हैं क्या? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങൾക്കെല്ലാം ദൈവത്തിന് അത് സന്തോഷമാണോ? हम प्रार्थना करने वाले सारे जो विषय है परमेश्वर को खुश होता है क्या? കാരണം ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है ദൈവഹിതപ്രകാരം നാം എന്ത് അപേക്ഷിച്ചാലും മറുപടി നൽകാമോ? परमेश्वर की इच्छा के अनुसार हम जो कुछ भी मांगेंगे हमें उत्तर मिलेगा। അപ്പൊ നമ്മൾ ഈ നാടുകളിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവഹിതപ്രകാരമാണോ എന്ന് ഒന്ന് तो പരിശോധിക്കാം. हमें आज ढूंढना है, जांचना है कि हम जो कुछ प्रार्थना करते परमेश्वर की इच्छा के अनुसार है कि नहीं। നോക്കിയേ, ഈ ശലോമോൻ ചോദിച്ച കാര്യം അത് ദൈവത്തിന് പ്രസാദമായിരിക്കും. क्योंकि यहाँ पर सुलेमान ने जो बातें मांगा उसे परमेश्वर प्रसन्न हुए हैं। നമ്മളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തോട് അനേക കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. हम भी सुबह से शाम तक परमेश्वर को कई सारी बातें पूछते हैं। പലപ്പോഴും നമ്മൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാറുണ്ട്, ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്. कई बार हम उस विषय को लेकर उपवास लेते हैं और जो है प्रार्थना करते हैं। മാസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. बहुत महीनों तक प्रार्थना करते हैं ആ മറുപടി കിട്ടാതെ വരുന്നുണ്ട്. और उसका जवाब नहीं मिलता है। പക്ഷെ നമ്മൾ അത് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് പ്രസാദമായോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. परंतु हम जो प्रार्थना करते हैं परमेश्वर से प्रसन्न हुए क्या, वो हम क्या सोचते हैं कि नहीं? നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ദൈവഹിതമല്ല. हम प्रार्थना करे बिना अगर हमें नहीं मिलेगा तो फिर हम जो है उससे कुछ बोल के फायदा नहीं है। പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ദൈവഹിതം ഇല്ലാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത്. कई लोग ऐसा कहते हैं कि परमेश्वर की इच्छा नहीं था इसलिए नहीं हुआ। അപ്പൊ ദൈവഹിതം നമ്മൾ അത് തിരിച്ചറിയാതെ പിന്നെ എന്തിനാ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? फिर परमेश्वर की इच्छा है कि नहीं ये जाने बिना के क्यों हम फिर प्रार्थना करते हैं? ആ ദൈവഹിതം നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പിന്നെ എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? हम वो परमेश्वर की इच्छा नहीं जाने तो हम क्यों फिर प्रार्थना कर रहे हैं? ഇവിടെ ദൈവവചനം പറയുന്നത് क्या परमेश्वर का वचन कहता है? ആമേൻ, ശലോമോൻ പ്രാർത്ഥിച്ചത് ദൈവത്തിന് പ്രസാദമായി. सुलेमान प्रार्थना किया, परमेश्वर प्रसन्न हुए। അപ്പൊ ദൈവത്തിന് പ്രസാദമില്ലാത്തതും പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ. मतलब परमेश्वर को प्रसन्न नहीं होने वाली बातें हम प्रार्थना करते हैं। നമ്മുടെ പ്രാർത്ഥനകൾ ചിലത് പ്രസാദിക്കുന്നുണ്ട്, ചിലത് പ്രസാദിക്കുന്നില്ല. हमारी प्रार्थनाएं कुछ प्रसन्न करते हैं, कुछ प्रसन्न नहीं करते हैं। കാരണം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ये परमेश्वर का वचन पढ़ने के समय പരീക്ഷന്റെ ശാസ്ത്രിയുടെയും പ്രാർത്ഥന നമുക്കറിയാം. फरीसिया शास्त्री का प्रार्थना ही पता है। ആമേൻ, ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അനേകരെ കുറിച്ച് നമുക്കറിയാം. परमेश्वर के जो है जन्म की प्रार्थना के कई सारे लोग हम जानते हैं। എന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഏലി പറഞ്ഞു നിനക്കത് അതിന്റെ ഉത്തരം ലഭിക്കും.
हन्ना प्रार्थना करने समय जो है एली ने कहा कि तुम्हें उसका जवाब मिलेगा। നീ പ്രാർത്ഥിച്ച വിഷയം ദൈവം കേട്ടു. तुमने क्या प्रार्थना का विषय परमेश्वर सुना है? നീ നിന്റെ ഹൃദയം പകർന്നത് ദൈവം കണ്ടു. तुम तुम्हारा हृदय दिया परमेश्वर देखा है। അപ്പോ ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. तो परमेश्वर को प्रसन्न होने वाला एक प्रार्थना होना चाहिए हमारा। അതിനെന്താ ചെയ്യേണ്ടത്? उसके लिए क्या करना है? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. प्रेरित पौलुस जो है रोमियो को पत्र लिखते समय ऐसा लिखा। 12-ാം അധ്യായത്തിന്റെ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. रोमियो किताब उसका 12 अध्याय उसका पहला आयत में ऐसे कहता है। അവിടെ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. रोमियो का 12 का 1 वचन में ऐसा लिखा है कि इसलिए हे भाइयों, मैं तुमसे परमेश्वर की दया स्मरण दिलाकर विनती करता हूँ कि अपने शरीरों को जीवित और पवित्र और परमेश्वर को भावता हुआ बलिदान करके चढ़ाओ, यही तुम्हारी आत्मिक सेवा है। അപ്പോ ഇവിടെ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കണം. तो हमें परमेश्वर को प्रसन्न करने वाला जो है चढ़ाना है बलिदान। അപ്പോ നമ്മെ ദൈവത്തിന് വേണ്ടി ആദ്യം സമർപ്പിക്കുക. तो हमारे हम परमेश्वर को पहले जो समर्पण करना। അടുത്ത് പറയുന്നത്, अगला कहता है ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. उसके नीचे कहा गया है कि और इस संसार के सदस्य ना बनो, परंतु तुम्हारी बुद्धि के नए हो जाने से तुम्हारा चाल चलन भी बदलता जाए, जिससे तुम परमेश्वर की भली और भावती और सिद्ध इच्छा अनुभव से मालूम करते रहो। ആമേൻ. ഈശോയോട് പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. यहाँ पे ऐसा लिखा है कि मन को नया करके रूपांतर होना। നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ മാനസാന്തരവും രൂപാന്തരവും പശ്ചാത്താപവും എല്ലാം പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. हम बहुत बार कहते हैं कि मन फिराना, रूपांतर होना, ये सब जो सिर्फ पापियों के लिए है। എന്നാൽ ദൈവവചനം പറയുന്നു മാനസാന്തരം ദൈവമക്കൾക്കുള്ളതാണ്. लेकिन परमेश्वर का वचन कहता है कि मन फिराना परमेश्वर के बच्चों के लिए है। നമ്മൾ ഒരിക്കൽ മാനസാന്തരപ്പെട്ട് ഈ ലോകത്തിന്റെ പാപ വഴികളിൽ നിന്ന് നമ്മൾ മാറി വന്നു. एक बार हम जो है इस दुनिया के चीजों से मन फिराकर हम सही रीति से आए। എന്നാൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ കർത്താവ് പറയുന്നത് നീ മാനസാന്തരപ്പെടുക. इन सभाओं को पत्र लिखने के समय परमेश्वर कहता है कि तुम मन फिराओ। അത് ലോകക്കാരോടോ ജാതികളോടോ അല്ല പറയുന്നത്, ദൈവസഭയോടാ പറയുന്നത്. वो लोगों को या दुनिया के लोगों के नहीं, लेकिन परमेश्वर के सभा के लिए है। എന്തുകൊണ്ട് അങ്ങനെ വീണ്ടും പറയുന്നത്? क्यों वापस बोल रहे हैं? ഓരോ ദിവസവും നാം പുതുക്കം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. क्योंकि हमेशा हर दिन हमें नया होना है। കാരണം ഇന്നലെക്കാൾ ഇന്ന് നാം പ്രിയ നാടിനോട് അടുത്ത് വന്നിരിക്കയാൽ, क्योंकि कल से लेके आज हम जो है उस प्रिय जगह के लिए हम एकदम पास आए എന്ന് हैं। പറഞ്ഞാൽ കർത്താവിനോട് അടുത്ത് വന്നിരിക്കയാൽ मतलब परमेश्वर से हम करीब आ रहे हैं। ഓരോ ദിവസവും നമ്മുടെ ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. हर एक दिन में जो है एक शुद्ध होना जरूरी है। ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ इजराइल लोग जब मिस्र से आने के समय അവരെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ദൈവം നടത്തിയത്. उनको एक एक भागों में परमेश्वर ने चलाया। ഓരോ ഘട്ടത്തിലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൈവം വരുത്തിക്കൊണ്ടുവന്നു. हर भाग में परमेश्वर ने जो है हर समय भागों में उनके अंदर जो बदलाव लेकर आया। ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है ഹോരേബിൽ വന്നപ്പോൾ അവർക്ക് പൂർണ്ണമായ ഒരു മാറ്റം സംഭവിച്ചു. होरेब में आने के समय उनको पूरी रीति से जो एक बदलाव हुआ। അതുവരെ അവർ വന്നതുപോലെയല്ല ഹോരേബിൽ വന്നപ്പോൾ. तब तक वे लोग जो आए थे वैसा नहीं थे। होरेब में आने के समय ഹോരേബിൽ വന്നപ്പോൾ വലിയൊരു ശുദ്ധീകരണം നടന്നു. होरेब में आने के समय बड़ा ही शुद्धिकरण हुआ। അവിടെ വന്നപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണമെന്ന് അവർക്ക് മനസ്സിലായി. वहां पे उनको पता चला कि अगर आगे बढ़ना है तो परमेश्वर के जो है चरणों में होना पड़ेगा। കാരണം ഹോരേബിലാണ് ദൈവം അവർക്ക് പ്രത്യക്ഷനായത്. क्योंकि होरेब में परमेश्वर उनको जो है प्रत्यक्ष हुआ। അതുവരെയും അവർ കാണാത്ത ഒരു രൂപത്തെ അല്ലെങ്കിൽ കാണാത്ത ഒരു വിഷയം അവിടെ കാണാനിടയായി. क्योंकि तब तक वे लोग नहीं देखा हुआ एक बात को वहां पर वे लोग देख पाए। ദൈവത്തിന്റെ തേജസ് അവർ കാണുവാനിടയായി. परमेश्वर का जो ज्योति वे देखे। ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ परमेश्वर का ज्योति देखने के समय അവർക്ക് മനസ്സിലായി ഒരു മാറ്റം ജീവിതത്തിൽ ആവശ്യം. उनको पता चला कि एक बदलाव जीवन में जरूरी है। കാരണം ദൈവം അവിടെ വെച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ദുശാഠ്യമുള്ള क्योंकि ജനമാകുന്നു. परमेश्वर ने वहां पे उनसे कहा तुम हटेले मनुष्य है करके। നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. तुम हटेले मनुष्य है करके। ഇനി ഒരു നിമിഷം എനിക്ക് നിങ്ങളുടെ മധ്യ നടക്കാൻ കഴിയത്തില്ല. अभी एक जो है हम जो तुम्हारे सामने नहीं रुक सकते करके। ഒന്ന് ചിന്തിക്കണം,
जरा सोच के देखिए, അവർ രക്ഷിക്കപ്പെട്ടവരാ, वे लोग जो है उद्धार पाए हैं, അവർ ആമേൻ ചെങ്കടലിൽ സ്നാനപ്പെട്ടവരാ, वे लोग जो है लाल समुद्र में बपतिस्मा लिया, ആത്മീക ആഹാരം കഴിച്ചവരാ, आत्मिक भोजन खाया हुआ, പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവരാ. उस पर्वत से पानी पिया है। പക്ഷെ ഹോരേബിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു ഒരു ശുദ്ധീകരണം ആവശ്യം. लेकिन होरेब में आने से परमेश्वर कहता है कि एक शुद्धिकरण जरूरी है। അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നുവെങ്കിലും तो उद्धार पाके के जो बपतिस्मा लेकर आने के बावजूद भी ജീവിതത്തിൽ പലവിധമാകുന്ന ആമേൻ അശുദ്ധികൾ പറ്റിച്ചേരാൻ സാധ്യതയുള്ളത് കൊണ്ട് जीवन में कई सारे अशुद्धता से होने का जो है अवसर है, इसलिए ഓരോ ദിവസവും നാം രൂപാന്തരം പ്രാപിക്കും. हर एक दिन हमें रूपांतर होना है, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ആവശ്യം. हर एक दिन हमारी जिंदगी में बदलाव जरूरी है। ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് परमेश्वर की इच्छा जो है समझकर മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. मन तैयार करके रूपांतर होना है। അപ്പൊ ആ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ वो വരുമ്പോൾ, रूपांतर हमारे जीवन में आने के समय, ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ वो जो है बदलाव हमारे जीवन में आने के നമുക്ക് समय ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും. हम परमेश्वर का इच्छा को जान पाएंगे। ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ परमेश्वर की इच्छा को जान के प्रार्थना करेंगे, ആ വിഷയത്തിന് ഉടനടി മറുപടി ലഭിക്കും. उस विषय में तुरंत ही जो है जवाब मिलता है। ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, इसलिए वचन कहता है ആമേൻ, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കും. तैयार करके रूपांतर होना है। ആമേൻ. ദൈവവചനം നമ്മോട് പറയുന്നു, परमेश्वर का वचन कहता है സദൃശവാക്യങ്ങൾ जो है നീതിവചനം. नीति वचन, അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, उसका 15 का 8 पढ़ने के समय, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, दुष्ट लोगों के बलिदान से यहोवा घृणा करता है, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. परंतु वह सीधे लोगों की प्रार्थना से प्रसन्न होता है। ഓക്കെ, നേരുള്ളവരുടെ പ്രാർത്ഥന ദൈവം പ്രസാദിക്കുന്നു. वचन कहता है कि परंतु वह सीधे लोगों की प्रार्थना से प्रसन्न होता है। അപ്പൊ നമ്മൾ നേരുള്ളവരായി തീരുക. तो हमें सीधे लोग होना चाहिए। നമ്മൾ നേരുള്ളവരായി തീരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം हम പ്രസാദിക്കുന്നു. जब सीधे लोग होते हैं तो वो प्रार्थना में परमेश्वर प्रसन्न होता है। അപ്പൊ ഇവിടെ പറയുന്നത് ദുഷ്ടന്മാരുടെ പ്രാർത്ഥനയുണ്ട്, നേരുള്ളവരുടെ तो പ്രാർത്ഥനയുണ്ട്. यहाँ पे कहा गया कि दुष्ट लोगों का प्रार्थना भी है और सीधे लोगों का प्रार्थना भी है। നമ്മുടെ ഹൃദയം ആമേ രൂപാന്തരപ്പെട്ട് हमारा हृदय रूपांतर होकर നമ്മൾ നേരുള്ളവരായി हम सही लोग सीधे लोग बनकर ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ परमेश्वर के चरण में प्रार्थना करने के समय ദൈവം നമുക്ക് മറുപടി നൽകുന്നു. परमेश्वर हमें उत्तर देते हैं। കാരണം ദൈവവചനം അതാ നമ്മോട് പറയുന്നത്. कि परमेश्वर का वचन यही कहता है, ആമേൻ. നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. हम वही जो है वचन में पढ़ा है। ശലോമോൻ പ്രാർത്ഥിച്ചു, सुलेमान प्रार्थना किया, ദൈവം പ്രസാദിച്ചു. परमेश्वर प्रसन्न हुए। എന്തുകൊണ്ടാ പ്രസാദിച്ചത്? क्यों प्रसन्न हुए? അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം अगर वो और समझना है तो पहला राजा का किताब 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. उसका 3 से पहला आयत से पढ़ने से अपन समझता है। ഞാനിത് ചിന്തിക്കുമ്പോൾ എനിക്കൊരു സംശയമാണ്. मैं ये सोचने में मुझे एक डाउट आया। ഇതിന്റെ 11-ാം വാക്യത്തിൽ, इसे 11 आयत में 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ पहला राजा 3रा अध्याय से 11 आयत ദൈവം അവനോട് അരുളി ചെയ്തത്, परमेश्वर से बताते हैं, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. तो परमेश्वर उनसे कहा, इसलिए कि तूने यह वरदान मांगा है और ना तो दीर्घायु और ना धन और ना अपने शत्रुओं का नाश मांगा है, परंतु समझने के विवेक का वरदान मांगा है, इसलिए सुन। ആമേൻ. ഇവിടെ പറയുന്നത് നീ ദീർഘായുസ് ചോദിക്കാത്തത് കൊണ്ട്. यहाँ पे लिखा है कि तुम जो है दीर्घायु नहीं पूछा, इसीलिए സമ്പത്ത് ചോദിച്ചില്ല, धन नहीं पूछा, ശത്രു സംഹാരം ചോദിച്ചില്ല. शत्रुओं का नाश नहीं मांगा, ആമേൻ. പിന്നെ നീ എന്താ ചോദിച്ചത്? परंतु क्या मांगा है? വിവേകം. समझ। നീ എന്നോട് വിവേകം മാത്രമേ ചോദിച്ചു. समझने की विवेक। അപ്പോ ഒരു ചോദ്യം, तो एक सवाल है, ദീർഘായുസ് ചോദിക്കണ്ടേ? दीर्घायु नहीं पूछना है क्या? ആമേൻ. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് ചോദിക്കണ്ടേ? धन नहीं पूछना है क्या? ശത്രു സംഹാരം ചോദിക്കണ്ടേ? शत्रुओं का नाश नहीं पूछना है क्या? ആമേൻ. ദീർഘായുസ് ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയതാണ്. दीर्घायु परमेश्वर हमें वायदा किया है। ഞാൻ നിന്നെ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. परमेश्वर का वायदा ये है कि मैं दीर्घायु से तृप्त करूंगा। ആമേൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ നിറച്ചു എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. जो है परमेश्वर में सारा जो आशीष उससे परमेश्वर में देंगे करके लिखा है। അപ്പൊ പിന്നെയും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമോ? तो क्या उसके लिए फिर से प्रार्थना करने की जरूरत है? ദൈവം വാഗ്ദത്തം ചെയ്ത് കഴിഞ്ഞത് തന്നു കഴിഞ്ഞതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമോ? परमेश्वर ने जो वायदा कर चुका है, दे दिया है, उसके लिए फिर हमें प्रार्थना करने की जरूरत है? പലപ്പോഴും ദൈവം തന്നു കഴിഞ്ഞു, നമുക്കറിയില്ല, വീണ്ടും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. कई बार परमेश्वर दे चुके होते हैं, हम नहीं पहचानते हैं, फिर भी हम प्रार्थना करते हैं। അപ്പൊ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? तो हम क्यों प्रार्थना करना चाहिए? വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
പ്രാർത്ഥിക്കുന്നത്. उस विवेक के लिए प्रार्थना करना चाहिए। ആമേൻ. അതും ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ये परमेश्वर का वचन हमसे कहता है ആമേൻ. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് हम क्या प्रार्थना करना है। യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട്. याकूब का जो याकूब ऐसा कहा गया है, ആമേൻ. 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ पहला अध्याय में आने के समय ആമേൻ ദൈവം പറയുന്നത്, ആമേൻ, ദൈവത്തിന്റെ വചനം യാക്കോബ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. तो वचन में याकूब ऐसा कहता है 1-ന്റെ 5-ാം വാക്യത്തിൽ, 1:5 में, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. वहाँ पे ऐसा लिखा है, पर यदि तुम में से किसी को बुद्धि की घटी हो तो परमेश्वर से मांगे जो बिना उल्हाना दिए सबको उदारता से देता है और उसको दी जाएगी। അപ്പോൾ അവന് ലഭിക്കുമെന്ന. तभी मिलेगा करके बोला है। ഇതിവിടെ ആമേൻ ചോദിക്കുന്നത് ജ്ഞാനം കുറവാണെങ്കിൽ ചോദിക്കാനാ പറഞ്ഞു. यहाँ बोला गया है जिस किसी को बुद्धि की घटी है तो पूछिए। ശലോമോൻ ദൈവത്തോട് പറഞ്ഞത് എന്തെന്നറിയാമോ? सुलेमान ने परमेश्वर से क्या कहा, നീ എന്നെ ഈ രാജാവാക്കി അഭിഷേകം ചെയ്തു, तुमने मुझे राजा बनाकर आशीष किया है, ഈ ജനത്തെ ഭരിക്കുവാനുള്ള അധികാരം നീ എനിക്ക് നൽകി. ये लोगों को जो है चलाने का अधिकार दिया है, പക്ഷെ ഞാൻ ഇപ്പോഴും ഒരു ബാലനാ. परंतु मैं अभी भी एक जो है बच्चा है। 1 രാജാക്കന്മാർ 3:7 അവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാ, पहला राजा का 3:7 में ऐसा प्रार्थना करता है, എന്റെ ദൈവമായ യഹോവേ, मेरे परमेश्वर यहोवा, നീ അടിയൻ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. तूने अपने दास को मेरे पिता दाऊद के स्थान पर राजा किया है, ഞാൻ ഒരു ബാലനത്രേ, परंतु मैं छोटा लड़का सा हूँ കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. जो भीतर बाहर आ जाए नहीं जानता। പ്രൈസലോട് എന്താണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്രയും ജ്ഞാനമില്ല. क्या करना है उस काम के बारे में इतना ज्ञान नहीं है, കാരണം നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. फिर तेरे दास से चुने हुए प्रजा के बहुत से लोगों के मध्य में है जिनकी गिनती बहुतायत के मारे नहीं हो सकती। അതുകൊണ്ട് ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരേണമേ. इसीलिए तू अपने दास को अपनी प्रजा का न्याय करने के लिए समझने की ऐसी शक्ति दे कि मैं भले और बुरे को परख सकूं, क्योंकि कौन ऐसा है कि तेरी इतनी बड़ी प्रजा का न्याय कर सके। അതെ, എനിക്ക് തരേണമേ. അത് കൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? क्योंकि कौन ऐसे कि तेरी इतनी बड़ी प्रजा का न्याय कर सके। ഈ ജനത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ, ये प्रजा को आगे बढ़ाना है तो, ഇവരെ പരിപാലിക്കണമെങ്കിൽ इनका ख्याल रखना है तो എനിക്ക് ആ പരിപാലന വരം വേണം. मुझे वो जो है वो वर चाहिए। നോക്കിയേ, ദൈവം അവനെ രാജാവായിട്ട് തെരഞ്ഞെടുത്തു. सोचिए, परमेश्वर ने जो उसे राजा करके चुना है, ഇത്രയും വലിയൊരു ജനത്തെ നയിക്കുവാൻ വേണ്ടി അവനെ തെരഞ്ഞെടുത്തു. इतने बड़े जो है जनसंख्या को चढ़ाने के लिए चुना गया है। അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഇവനാണ് യോഗ്യനെന്ന് ദൈവം തെരഞ്ഞെടുത്തു. पिता के सिंहासन में बैठने के लिए योग्य है करके चुना गया है। എങ്കിലും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, परमेश्वर से क्या प्रार्थना करते हैं, എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണമേ. मुझे विवेक पाया हृदय दीजिए। അവൻ ഈ ലോകത്തിലുള്ളതൊന്നുമല്ല ചോദിച്ചത്. ये दुनिया की कुछ बातें नहीं पूछा है। അപ്പൊ ഈ ലോകത്തിലുള്ളത് നമ്മളൊന്നും ചോദിക്കണ്ടേ? दुनिया की बातें कुछ नहीं पूछना है क्या? പ്രൈസ് ദി ലോർഡ്. ആ ചോദ്യം വരുമ്പോൾ എനിക്ക് ഒരു പഴമൊഴിയാ ഓർമ്മ വരുന്നത്. वो जो है सवाल बोलने के समय मेरे को एक जो है कहावत याद आता है। പ്രൈസ് ദി ലോർഡ്. ആ പഴമൊഴി ഇങ്ങനെയാ, वो कहावत ऐसा है, ഉണ്ടവന് ഉറങ്ങാൻ വെപ്രാണോ, जिसने खाया है उसको सोने के लिए बहुत घाई है, ഉണ്ണാത്തവന് ഉണ്ണാനുള്ള വെപ്രാണോ. जो नहीं खाया उसको खाने के लिए घाई है। മനസ്സിലായോ? क्या आपको समझ में आया? ഊണ് കഴിഞ്ഞവന് ഇനി ഉറങ്ങണം, അതാണ് അവന്റെ ചിന്ത. अभी जो खाना खाया उसको सोना है, वही उसका चिंता है। പക്ഷെ കഴിക്കാത്തവന്, लेकिन जो नहीं खाया है, അവന് വിശപ്പടക്കണം, അവന് കഴിക്കണമെന്നുള്ള ആഗ്രഹം. वो भूख है तो अपना भूख मिटाना है, खाना खाना वो इच्छा है। പ്രൈസ് ദി ലോർഡ്. അത് എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. कितने लोगों को समझ में आया नहीं पता। പ്രൈസ് ദി ലോർഡ്. ഇവിടെ यहाँ पर ശലോമോന് ദൈവം എല്ലാവിധമാകുന്ന സുഖവും സമ്പത്തും കൊടുത്തു. सुलेमान को परमेश्वर ने सारा जो है संपत्ति और सुख सब विरासत, അവന് വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്തു. जो कुछ किया सब परमेश्वर ने दिए। അവന് മനസ്സിലായി അവന് പണമുണ്ട്, वे समझे उनके पास जो है पैसा है, അധികാരമുണ്ട്, अधिकार है, ജനമുണ്ട്, दुनिया है, ഈ ലോകത്തിലെ എല്ലാം അവന് ലഭിച്ചിട്ടുണ്ട്. ये दुनिया सब कुछ उनको मिला हुआ है। പക്ഷെ ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ इस जनसंख्या को आगे बढ़ाना है तो അവന് ആവശ്യമുള്ളത് വിവേകമാണ്. उनको जो है विवेक की जरूरत है, അവന് വേറെ ഒന്നും ആവശ്യമില്ല. और कुछ भी जरूरत नहीं है। അപ്പൊ അത് ഇല്ലാത്ത വ്യക്തി അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കും, तो नहीं है तो व्यक्ति जो इसके लिए प्रार्थना करेंगे, അതുള്ള വ്യക്തി അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. उस व्यक्ति जिसके लिए जो है करे उसको प्रार्थना करने की जरूरत മനസ്സിലായോ? है। क्या आपको समझ में ഇപ്പൊ आया? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്ക് ഈ ലോകത്തിൽ താമസിക്കുവാൻ എന്തൊക്കെ വേണമോ അതെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
तो एक व्यक्ति को इस दुनिया में रहने के समय जो कुछ भी चाहिए वो सब परमेश्वर ने वायदा किया है। ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ हम विश्वास करते हैं क्योंकि परमेश्वर मनुष्य को सृष्टि करने से ही पहले അവന് വേണ്ടുന്നതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. उसके लिए सब तैयार करने के बाद सृष्टि किया, അവന് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കി വെച്ചു. उसके सब तैयार किया परमेश्वर। ഒരു കുഞ്ഞ് മാതാവിന്റെ വയറ്റിൽ അത് ഉരുവാകുമ്പോൾ एक बच्चा जो है माता के जो है खो में पैदा होने के समय മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി കരുതുന്നത് പോലെ वो माता पिता उस बच्चे के देखने के जैसा ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. बच्चे को देखा नहीं है, അവർ ആ കുഞ്ഞിനു വേണ്ടി अनेക കാര്യങ്ങൾ കരുതി വെക്കുന്നു. बच्चे के लिए बहुत कुछ बातें तैयार करते हैं। ആമേൻ. കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ, उसका वस्त्र, ആമേൻ, ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, उसका पढ़ाई, ആ കുഞ്ഞിന്റെ ആമേൻ ഭാവി ജീവിതത്തെ കുറിച്ച് उसको भविष्य की जिंदगी, വളരെ പദ്ധതികൾ തയ്യാറാക്കുന്നു. बहुत कुछ जो है योजना बनाते ആ हैं। കുഞ്ഞിനെ ആമേൻ അവർ കണ്ടിട്ടില്ല. बच्चे को देखा नहीं है, അത് ആണോ പെണ്ണോ എന്ന് അവർക്ക് അറിയത്തില്ല. वो लड़का है लड़की नहीं पता, എങ്കിലും അതിനെക്കുറിച്ചൊരു വലിയൊരു ദീർഘവീക്ഷണം അവരുടെ ഹൃദയത്തിൽ വരുന്നു. परंतु फिर भी जो उसके बारे में बहुत जो है आगे का सोचता കാരണം ആ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അതിന് വേണ്ടുന്നതെല്ലാം കൊടുക്കണം. है, क्योंकि बच्चे इस दुनिया में आने के समय उनको जो कुछ भी आवश्यकता है वो देना है। ദൈവത്തിന്റെ വചനം പറയുന്നു, मनुष्य का वचन कहता है ദോഷികളായ നിങ്ങൾ तुम दोषी जो है तुम लोग, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കരുതുന്നുവെങ്കിൽ अगर तुम अपने बच्चों के इतना सोचते हो സ്വർഗസ്ഥനായ ദൈവം എത്രയധികം കരുതും. तो स्वर्ग के पिता की इतना ज्यादा सोचना चाहिए। ആമേൻ. സ്വർഗസ്ഥനായ ദൈവം ഇതിലും അധികമായി കരുതുവാൻ സർവശക്തൻ. और जो स्वर्गीय पिता इससे भी अधिक सोचने के लिए सर्वशक्तिमान। അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, हमें एक बात समझना है, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയിട്ടുണ്ട്. हमारा परमेश्वर हमारे सब कुछ तैयार किया हुआ। ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ जो आदम को जो सृष्टि करने से पहले അവന് വേണ്ടി സകലതും ഒരുക്കി വെച്ചു. उसके सब कुछ तैयार किया, അവന് ഭക്ഷിക്കുവാൻ, उनको खिलाने के लिए, അവന് കിടക്കുവാൻ, उनको सोने के लिए, അവന് പ്രൈസലോ ചുറ്റി സഞ്ചരിക്കുവാൻ, उनको जो है जाके देखने के അവന് लिए, ആവശ്യമായതെല്ലാം ദൈവം ഒരുക്കി വെച്ചു. जो कुछ भी उसको चाहिए सब कुछ दिए। അങ്ങനെയെങ്കിൽ ऐसा है तो എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കരുതില്ലേ? मेरे लिए रात के लिए परमेश्वर तैयार करेंगे। അതുകൊണ്ടാണ് മത്തായി പറയുന്നത്, इसमें मत्ती कहता है ആകാശത്തിലെ പക്ഷികളെ നോക്കുക. तुम आसमान के पक्षियों को देखो, ആമേൻ. അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ना ये बोते ना ये वो काटते हैं, അവർ കളപ്പുരകൾ കൂട്ടി വെക്കുന്നില്ല. वो कुछ भी जमा नहीं करते। അവരെ പരിപാലിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, अगर उनको संभालने के लिए परमेश्वर को पता है तो ആമേൻ, പ്രൈസലോട് വയലിലെ താമരയ്ക്ക് ആമേൻ അതിന്റെ ഭംഗി കൊടുക്കാൻ കഴിയുമെങ്കിൽ, अगर वो जो है लोटस जो है कमल जो है उसको भी अगर परमेश्वर उस फूलों को अगर परमेश्वर देख सकते हैं तो ആമേൻ, പ്രൈസലോട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുവാൻ ദൈവത്തിന് കഴിയില്ലേ? हमारे लिए मेरे परमेश्वर तैयार करना नहीं होगा क्या? ആ വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ വ്യാകുലപ്പെടേണ്ടത്? उस विषय के लिए हमें व्याकुल होना चाहिए, ആ വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ ഭാരപ്പെടേണ്ടത്? या उस विषय के लिए जो है बोझ उठाना है? ആമേൻ. നമുക്ക് ഇന്നതാണ് വേണമെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. हमें ये चाहिए करके कई बार हम नहीं समझते हैं, അതുകൊണ്ട് യാക്കോബ് പറയുന്നത് വല്ലാതെ കിടന്നങ്ങ് യാചിക്കുക. इसलिए याकूब कहता है कि बहुत वैसे पूछ रहे हैं। ആമേൻ. അങ്ങനെയല്ല, നമുക്ക് വേണ്ടത് മാത്രം ദൈവത്തോട് ചോദിക്കും. ऐसा नहीं, जो हमें चाहिए वही हमें पूछना है। അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ. वही मैंने कहा कि परमेश्वर हमें जो है अब सही तरीका दिखा, നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് മതി. हमारे लिए प्रार्थना वही होना चाहिए। ഞാൻ ഇപ്പോൾ ആകേണ്ട സ്ഥാനത്തോട്ട് എന്നെ ഒന്ന് ആക്കിയാൽ മതി. मैं जो अभी स्थान में होना चाहिए वो स्थान में रखिए। മനസ്സിലായോ? ദൈവസന്നിധിയിൽ നമ്മൾ ആകേണ്ട സ്ഥാനത്താകുമ്പോൾ क्या आपको समझा? परमेश्वर हमें रखने वाले स्थान में अगर हम रहेंगे तो അവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം പ്രാപിക്കാൻ കഴിയും. वहाँ पे हमारे लिए तैयार करके रखा हम प्राप्त कर सकते हैं। ഇതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് തന്നു കഴിഞ്ഞതാണ്. ये सब मसीह में हमें दिया गया है। എപ്പോഴാ? कभी യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടു കൂടെ यीशु मसीह के क्रूस पे मृत्यु के द्वारा ആമേൻ, നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നു കഴിഞ്ഞു. हमें जो कुछ भी चाहिए वो दे दिया है। അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? हमें क्या करना चाहिए? ഇത് വിശ്വാസത്തോടെ കൂടെ അവകാശപ്പെടുകയാണ്. विश्वास से हमें उसका अधिकार को मांगना है, അത് പ്രാപിച്ചെടുക്കുക വേണ്ടത്. उसे प्राप्त करना चाहिए। അത് പ്രാപിച്ചെടുക്കാതെ उसे प्राप्त करे बिना കർത്താവെ തരണമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയാണ്. परमेश्वर दीजिए दीजिए करके प्रार्थना करना ठीक नहीं है। പലപ്പോഴും നമ്മൾ ദൈവം തന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. कई बार परमेश्वर जो दिया उसके लिए हम प्रार्थना करते हैं। 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നു കഴിഞ്ഞതാ. 2000 साल पहले परमेश्वर दे दिया है, നമ്മുടെ പേരിൽ ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞതാ. हमारे नाम से परमेश्वर दे दिया है। അതിനെ തരണമെന്ന് ചോദിക്കുകയല്ല വേണ്ടത്. उसे देना दे दीजिए करके पूछना नहीं है। നമ്മുടെ ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ട് हमारे बैंक में पैसा डालने के बाद വീട്ടിൽ ഇരുന്നോണ്ട് ബാങ്കുകാരോട് തരണമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. घरे बैठ के बैंक वाले को दीजिए दीजिए करके बोल के फायदा नहीं है। അവിടെ ചെന്ന് തരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. उधर के बोल के दीजिए करके बोले के फायदा नहीं है। നമ്മൾ കൊടുക്കേണ്ട ചെക്ക് ലീഫ് കൊടുക്കുമ്പോൾ അവർ മിണ്ടാതെ നമ്മുടെ പൈസ തരും. हम देने का जो है चेकलिस्ट देंगे तो वो चुपचाप पैसा दे देंगे। നമ്മൾ കൊടുക്കേണ്ട രസീറ്റ് കൊടുത്താലേ കിട്ടത്തുള്ളൂ. हम जो देने का जो रिसीव देगा तो हमें मिल जाएगा। അങ്ങനെയെങ്കിൽ ദൈവവചനം പറയുന്നത് ऐसा तो मनुष्य वचन कहता है സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ
സർവ്വവിധത്താലും നമ്മെ അനുഗ്രഹിച്ച ദൈവം स्वर्ग की सारी आशीषों से हमें अनुग्रह के परमेश्वर है। നമ്മൾ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുക വേണം. परमेश्वर से प्राप्त करना चाहिए। ഇത് എന്റെ അനുഗ്രഹമാ, ये मेरा अनुग्रह है, അത് എനിക്ക് ഇന്ന് വേണം. ये मुझे आज चाहिए। കാരണം യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, यीशु मसीह जो है प्रार्थना सिखाने से ऐसे बोले, ഇന്നെന്നുള്ള അപ്പം അന്നന്ന് തരണമെന്ന്. उस दिन की रोटी आज है मेरी। ഇന്നത്തെ റൊട്ടി ഇന്ന് തരണം വേണ്ട. आज की रोटी आज है मेरी। ഇന്നത്തെ റൊട്ടി നാളെ ലഭിക്കണമെന്നല്ല. आज की रोटी कल दे करके आई है। എന്ത് റൊട്ടിയാ? कौन सी रोटी है? ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലുള്ള ഭക്ഷണമായിരിക്കും. हम प्रार्थना करते हैं इस दुनिया की जो है जो खाना होगा, എന്നാൽ ഇന്നത്തെ റൊട്ടി, ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ लेकिन आज की रोटी क्या है? ആത്മീകം, आत्मिक, ഭൗതികം, भौतिक, ശാരീരികം, शारीरिक, മാനസികം, मानसिक। ഈ 4 വിധമുള്ള ആത്മീക ആഹാരവും ഈ 4 വിധമുള്ള ഭക്ഷണവും നമുക്ക് ലഭിച്ചിരിക്കണം. ये चारों प्रकार का जो है भोजन हमें मिलना चाहिए। അല്ലാതെ ഇന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്നല്ല. सिर्फ आज के लिए जो है भोजन ऐसा नहीं ഈ है। 4 വിധ അനുഗ്രഹങ്ങളും ഇന്നേക്കുള്ളത് ഇന്ന് പ്രാപിച്ചെടുക്കും. ये 4 प्रकार के अनुग्रह आज के लिए आज प्राप्त करना है। ഇന്ന് പ്രാപിക്കാതെ അത് നാളെ പ്രാപിച്ചിട്ട് കാര്യമില്ല. आज प्राप्त करे बिना तुम कल प्राप्त करने जाएगी तो नहीं होगा। അപ്പൊ ഈ 4 വിധമാകുന്ന അനുഗ്രഹങ്ങളും ഇന്ന് പ്രാപിക്കാനുള്ളത് तो इस 4 प्रकार के अनुग्रह आज हमें प्राप्त करना है। ഇന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുമ്പോൾ आज हम प्राप्त करने के समय ആമേൻ, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. वह परमेश्वर प्रसन्न होते हैं। ഇവിടെ ദൈവം പ്രസാദിക്കുന്നു. वह परमेश्वर प्रसन्न होते हैं കാരണം എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞു. क्योंकि हर प्रकार का अनुग्रह वे प्राप्त किया है। ഇന്ന് ഭൗതികം മാത്രം ലഭിച്ചാൽ പോരാ, आज से भौतिक नहीं पता होना चाहिए, ശാരീരികം മാത്രം ലഭിച്ചാൽ പോരാ, शारीरिक नहीं, മാനസികം മാത്രം ലഭിച്ചാൽ പോരാ, मानसिक नहीं, ആത്മീകം മാത്രം ലഭിച്ചാൽ പോരാ, आत्मिक नहीं, പിന്നെയോ സകലത്തിലും ഇന്ന് തൃപ്തിപ്പെടണം. बल्कि सब में आज तृप्त होना है। ഞാൻ നിന്നെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും ശ്രേഷ്ഠമായ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് തൃപ്തിപ്പെടുത്തുക. मैं तुम्हें जो एकदम श्रेष्ठ जो है वो श्रेष्ठ भोजन से तृप्त करूंगा करके बोला। ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുത്തുക എന്നാണ്. श्रेष्ठ भोजन से तृप्त करो करके बोला, എന്തെങ്കിലും തരാമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. कुछ भी देंगे करके नहीं। അപ്പൊ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് അങ്ങനെയാണ്. इसीलिए हमें परमेश्वर से वैसे ही पूछना है। ആമേൻ. ദൈവത്തോട് ശലോമോൻ ചോദിച്ചത്, परमेश्वर से सुलेमान ने पूछा, അവന് സമ്പത്തിന്റെ ആവശ്യമില്ല, उसको जो है कुछ धन संपत्ति की जरूरत नहीं അവന് है, വേറെ ഒന്നും ആവശ്യമില്ല. कोई और जरूरी नहीं है। അവന് ആവശ്യം ഈ ജനത്തെ പരിപാലിക്കുവാനുള്ള പരിപാലന വരമാണ്. उसे जनसंख्या को चलाने का वो जो है बुद्धि चाहिए। ഈ ലോകത്തെ ഈ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പരിജ്ഞാനം വേണം. ये जो है जो जन है उनको लेके जाने के लिए, सही से लेके जाने का उनको ज्ञान चाहिए। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ये लोगों जब भी हमारे जीवन में हमें जो आवश्यक पूछने के समय ദൈവം നമുക്ക് നൽകി തരും. प्रश्न परमेश्वर में वो देते हैं। രോഗസൗഖ്യം മക്കളുടെ അപ്പമാണ്. जो है बीमारी चंगाई लोगों जो है परमेश्वर के बच्चे का रोटी है। ആമേ. ദൈവത്തിന്റെ മക്കളുടെ അപ്പം ദൈവത്തോട് നമ്മൾ ചോദിച്ചു മേടിക്കണം. जो है परमेश्वर के जो बच्चों का जो रोटी है वो परमेश्वर से पूछना है। എങ്ങനെ ചോദിക്കേണ്ടത്? कैसे पूछना है? എന്നെ സൗഖ്യമാക്കണേ സൗഖ്യമാക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല. मुझे जो शंका करो प्रार्थना नहीं है, പിന്നെ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന ദൈവവചനം പറയും. परंतु यीशु मसीह के मार खाने से चंगा मिल चुका है करके वचन അപ്പൊ कहता है। കിട്ടിയതിനെ നമ്മൾ വീണ്ടും ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. तो जो मिला है उसे वापस जो है हमें छोड़ना नहीं ഇത് है, അധികാരത്തോടു കൂടെ പ്രാപിച്ചെടുക്കണം. अधिकार के द्वारा हमें वो प्राप्त करना है। എങ്ങനെയാ പ്രാപിച്ചെടുക്കേണ്ടത്? कैसे प्राप्त करना है? നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തല പ്രവൃത്തികളിൽ हम जानते प्रेरितों की किताब में 3-ാം അധ്യായത്തിൽ ഒരു സംഭവം നടക്കുന്നു. 3रा अध्याय में जो एक बात होता है, പത്രോസും ആമേൻ യോഹന്നാനും ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ पतरस और यूहन्ना जो है जाने के समय അവിടെ മുടന്തനായ ഒരു വ്യക്തിയുണ്ട്. वहाँ पे लंगड़ा एक व्यक्ति है। നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു സംഭവമാണ്. हम सब जानते हैं ये विषय, ആമേൻ. എന്നാൽ ആ വ്യക്തിയോട് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. लेकिन उस व्यक्ति से पतरस एक बात कहता है, വെള്ളിയും പൊന്നും എനിക്കില്ല, सोना चांदी मेरे पास नहीं है, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. मेरे पास जो है वो तुम्हें देता हूँ। യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം यीशु मसीह के नाम से उठकर तो चला फिर। എന്നവൻ പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്തത്. तो वैसे बोल के चला नहीं गया, അവൻ കൈ നീട്ടി. वो हाथ दिखाया, പത്രോസ് കൈ നീട്ടി. पतरस ने हाथ बढ़ाया। പത്രോസ് കൈ നീട്ടിയപ്പോൾ അവിടെ ഇരുന്ന മുടന്തൻ പത്രോസിന്റെ കരത്തിൽ പിടിച്ചു. पतरस भी हाथ बढ़ाने के समय वहां बैठा हुआ जो लंगड़ा व्यक्ति था उनका हाथ पकड़ा। നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കടന്നു പോവുകയെ ചെയ്യുള്ളൂ. हम प्रार्थना करके सो जाते हैं നമ്മൾ പറഞ്ഞു കർത്താവേ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മളങ്ങ് പോകും. और परमेश्वर जो है चंगा करो करके प्रार्थना करने के हम चले जाएंगे। നമ്മൾ കരം കൊടുക്കാൻ തയ്യാറാണോ? क्या हम हाथ देने तैयार है? ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയെന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണോ? कि परमेश्वर जो है हमारे प्रार्थना का उत्तर दे के जो है हमें जवाब दे करके है। പത്രോസിന് വിശ്വാസം ഉണ്ടായിരുന്നു. पतरस को विश्वास था, അവൻ കരം നീട്ടി. वो अपना हाथ बढ़ाया, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, मेरे पास जो है मैं तुमको देता हूँ, എനിക്ക് ലഭിച്ചത് ഞാൻ നിനക്ക് തരുന്നു, मैंने जो है प्राप्त किया तुम्हें देता हूँ। എനിക്ക് ലഭിച്ചതായ ദൈവകൃപ
वो जो मुझे मिला परमेश्वर का अनुग्रह, എനിക്ക് ലഭിച്ചതായ ആമേൻ ആ ദൈവത്തിന്റെ അനുഗ്രഹം वो जो है मुझे मिला परमेश्वर का अनुग्रह, അത് ഞാൻ നിനക്ക് തരികയാണ്. मैं तुम्हें दे रहा हूँ. അതെന്തെന്ന് ചോദിച്ചാൽ क्या है पूछेंगे तो? നിന്റെ രോഗ സൗഖ്യം, तुम्हारे जो है रोगों से चंगाई, നിന്റെ രോഗത്തിൽ നിന്നുള്ള വിടുതല. जो है रोगों से छुटकारा है. ആ കരം നീട്ടിയപ്പോൾ वो हाथ बढ़ाने के समय ജീവിതത്തിൽ ഇന്നുവരെയും നടക്കാത്ത, जो है जिंदगी में अभी तक हुआ नहीं, ആമേൻ ഇന്നുവരെയും അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാത്ത बातें अभी तक होगा नहीं होगा करके सोचा, ആ മുടന്തൻ പത്രോസിന്റെ കരത്തിൽ പിടിക്കുക. वो जो लंगड़ा व्यक्ति पतरस का हाथ पकड़, ആ മുടന്തനോടൊരു ചോദ്യം, लंगड़े से एक सवाल, നീ എങ്ങനെയാ ആമേൻ പത്രോസിന്റെ കരത്തിൽ പിടിക്കാൻ നിനക്ക് വിശ്വാസം വന്നത്? वो कैसे तुम जो पतरस के हाथों में जो है पकड़ने के लिए तुम्हें विश्वास हुआ? അവൻ പറയും, तो कहेगा, ഇത്രയും വർഷങ്ങളായി ഞാൻ ഇവിടെ ഇരുന്ന് ഭിക്ഷയെടുക്കുക, इतना समय से जो है मैं भीख मांग रहा हूँ, ഒരൊറ്റ മനുഷ്യരും എന്നോട് ഇതുപോലെ സ്നേഹത്തോടെ സംസാരിക്കാൻ വന്നിട്ടില്ല, एक कोई भी व्यक्ति मेरे पास ऐसा प्रेम से आके बात करने नहीं आया, എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടില്ല. मेरे से कोई बात पूछा नहीं. ആമേൻ പോകുന്നവർ ചിലപ്പോൾ കാശ് വലിച്ചെറിയാറുണ്ട്, जाने वाले कई बार जो है पैसे से डाल देंगे, ഞാൻ അവരുടെ മുഖം ശ്രദ്ധിക്കാറില്ല. मैं उनका चेहरा देखता नहीं, കാരണം മുഖം ശ്രദ്ധിച്ചാൽ എനിക്കത് എടുക്കുവാൻ തോന്നത്തില്ല. क्योंकि मैं अगर उनका चेहरा देखूंगा तो मुझे उठाने का मन नहीं करेगा, കാരണം അവരുടെ മുഖഭാവം അങ്ങനെ മാറിപ്പോകും. क्योंकि उनका जो चेहरा है वैसे बदलता है. എനിക്ക് പൈസ തരുന്നവർ मुझे जो पैसे देते हैं അവരുടെ സന്തോഷത്തോടെ തരുന്നവരല്ല. वो उनकी खुशी से नहीं देते हैं, ആമേൻ അവർ അതിനെങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. वो ऐसे ऐसे फेंक के देते हैं. ഈ പൈസ എനിക്ക് ലഭിക്കുന്നത് കൊണ്ട് ये पैसा मुझे मिलने से ആമേൻ ഇവിടെ ഈ ആലയത്തിലുള്ളവർക്ക് സന്തോഷമില്ല, जो यहाँ पर है उनको जो खुशी नहीं है, ആമേൻ ഇവിടെ ഈ തരുന്നവർക്ക് സന്തോഷമില്ല. जो दे रहे हैं उनको खुशी नहीं है. ഇങ്ങനെ തരുന്നതിൽ देने के लिए ഞാൻ അവരുടെ മുഖം നോക്കാറില്ല, हमें उनका चेहरा देखता है, ഞാൻ അവരുടെ കരങ്ങളാ നോക്കുന്നത്. मैं उनका जो है हाथों को देखता हूँ. പക്ഷെ ഇവിടെ ഇത് രണ്ടുപേര് വന്നിട്ട് यहाँ पर दो जन आते हैं, ഞങ്ങളെ നോക്കാൻ പറഞ്ഞിരിക്കുക. हमें देखने के लिए कहते हैं. അവരെ നോക്കാൻ പറഞ്ഞപ്പോൾ तो देखने के लिए कहने के समय അവരുടെ നോട്ടത്തിൽ उनका जो नजर है, എനിക്കൊരു കാര്യം മനസ്സിലായി. मुझे एक बात पता चल गया. എന്തെന്നറിയാമോ? क्या है पता है? അവർ പറഞ്ഞത് അവർക്കുള്ളത് തരുന്നെന്നാ പറഞ്ഞത്. उन्होंने ये कहा कि उनके पास जो है वो देंगे करो. അവരുടെ കരത്തിൽ ഒന്നുമില്ല, उनके हाथों में कुछ नहीं है, പക്ഷെ അവർ നീട്ടിയ കരത്തിൽ ഒരു ശക്തിയുണ്ട്. परंतु वो जो हाथ बढ़ाया उसमें एक शक्ति है. അവർ പറഞ്ഞ വാക്കിൽ ഒരു വിശ്വാസമുണ്ട്. उनमें जो उन्होंने बोला जो वचन में एक विश्वास, ആ വിശ്വാസമാണ് ആ കരത്തിൽ പിടിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. वो विश्वास है जो मुझे उस हाथ में पकड़ने के लिए जो है प्रेरणा दिया. അവൻ പത്രോസിന്റെ കരത്തിൽ പിടിച്ചപ്പോൾ तो पतरस के हाथ पकड़ने के समय പത്രോസിന്റെ ശരീരത്തിലുള്ള ആത്മാവിന്റെ ശക്തി അവന്റെ ശരീരത്തിലേക്ക് പ്രവചിച്ചു. वो जो है पतरस के अंदर जो आत्मा है वो उनके अंदर आ गया. പത്രോസ് പ്രാപിച്ചതായ ആത്മീക അഭിഷേകത്തിന്റെ ശക്തി ആ മുടന്തന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. पतरस ने जो प्राप्त किया हुआ वो आत्मिक शक्ति उस लंगड़े के अंदर आ गया. അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റു. उनका शरीर प्रवेश होने के समय वो एकदम खुशी से उड़ गया. അവന്റെ കാലുകൾക്ക് ബലം പ്രാപിച്ചു. उनके पैरों को बल मिला. ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, आज में सुनने वाले मेरे प्रिय भाई बहन, നമ്മളൊന്ന് കരം നീട്ടാമെങ്കിൽ, हम एक मगर हाथ बढ़ा तैयार है, വിശ്വാസത്തോടെ തൊടാമെങ്കിൽ अगर विश्वास से छूने तैयार है तो ചിലതെല്ലാം കുതിച്ചെഴുന്നേൽക്കും. कुछ बातें हैं जो उठेगा. പക്ഷെ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ കൈവയ്ക്കാറില്ല. परंतु कई बार हमें जो है कुछ निश्चय नहीं, इसलिए हम हाथ नहीं നമ്മൾ उठाते, ദൂരെ നിന്ന് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോകും. हम दूर से प्रार्थना करके जाते हैं. ഇല്ല, വിശ്വാസത്തോടു കൂടെ കൽപ്പിക്കുക. नहीं, हमें क्या विश्वास से जो है आगे देना है. പ്രാർത്ഥിച്ചിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്, हम सिर्फ प्रार्थना करके जाना नहीं, വിശ്വാസത്തോടു കൂടെ കൽപ്പിക്കുക. विश्वास से ये आगे देना. യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ, यीशु मसीह के नाम से होने दे, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. यीशु मसीह के नाम से पूरा होने दो. ദൈവവചനം പറയുന്നു, वचन कहता है ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. परमेश्वर ने आगे दिया, वैसा हो चुका है. ആ അധികാരമാണ് കർത്താവ് നമുക്ക് നൽകിയത്. वो अधिकार परमेश्वर ने हमें दिया है. എന്താണ്? क्या है? പാമ്പുകളെയും जो है सर्पों को, ആമേ തേളുകളെയും जो है बिच्छुओं को, ശത്രുവിന്റെ സകല ബലത്തെയും शत्रु के सारे बल को ചവിട്ടുവാനുള്ള അധികാരമാണ്. जो है उसमें रौंदने का अधिकार दिया है. അപ്പൊ നമ്മളത് കൽപ്പിക്കുമ്പോൾ तो हमको आगे देने के അത് समय സംഭവിക്കും. वो हो जाएगा. നമ്മൾ കൽപ്പിക്കാത്തതുകൊണ്ട് സംഭവിക്കാം. हम आगे नहीं देते हैं, इसलिए नहीं होता है. ഒന്ന് കൽപ്പിച്ചു നോക്കിയേ. आगे देखिए നമ്മുടെ മുമ്പ് വരുന്ന ചില വിഷയങ്ങളെ हमारे सामने आने वाले कुछ विषय ഒന്ന് കൽപ്പിച്ചു നോക്കിയേ. आगे दीजिए, വിശ്വാസത്തോടു കൂടെ ഒന്ന് ആജ്ഞാപിച്ചു നോക്കിയേ. विश्वास से अगर आगे देने की कोशिश कीजिए അത് മാറിപ്പോകും. वो चले ही जाएगा. നമ്മെ നിരാശപ്പെടുത്തുന്ന, हमें निराश देने वाला, നമ്മെ വേദനിപ്പിക്കുന്ന, हमें दर्द देने वाला, നമ്മെ തളർത്തുന്ന हमें जो हार मारने के लगाने പല वाला, പ്രതികൂലങ്ങളും കടന്നു വരും. कई सारे प्रतिकूल आ सकते हैं. ഇവിടെ ഒന്ന് വിശ്വാസത്തോടു കൂടെ കൽപ്പിച്ചു നോക്കിയേ. हम जब आप पे जो विश्वास हो रहा है जो आगे देने की कोशिश कीजिए, ആമേൻ. ആ കൽപ്പനയിൽ അത് സംഭവിക്കും.
वो आगे वे होगा। യേശു എന്താ പറഞ്ഞേ? यीशु मसीह ने क्या कहा? നിങ്ങൾ പുറപ്പെട്ട് तुम जो है निकल कर രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞേ? जो रोगियों के लिए प्रार्थना करने बोला है? ഇല്ല, नहीं, രോഗികളെ സൗഖ്യമാക്കുവീൻ. रोगियों को जो रोगों में है उनको चंगा करो। രോഗികളെ സൗഖ്യമാക്കാനാ പറഞ്ഞത്. जो रोगों में है उनको चंगा करने बोला है। നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. लेकिन हम कैसे प्रार्थना करके बैठे हैं? നമ്മൾ പറയുന്നു കർത്താവെ സൗഖ്യമാക്കണം. हम कहते हैं कि परमेश्वर जो है उसे छुटकारा दो। കർത്താവ് നമ്മോട് പറയുന്നു നിങ്ങൾ സൗഖ്യപ്പെടുത്തുവിൻ. परमेश्वर हमसे कहते हैं कि तुम दो। ഇതാ ഇവിടത്തെ പ്രശ്നം. यही यहाँ का समस्या है। നമ്മളോട് കർത്താവ് പറഞ്ഞത് നമ്മൾ ചെയ്യുക. परमेश्वर ने जो हमको बोला हमें करना है। കൽപ്പിക്കാൻ പറഞ്ഞാൽ കൽപ്പിക്കണം. हमें जो आगे दिया तो आगे देना है। ആമേൻ. നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ अगर हम जो हमें बोला है वो हम करने के समय അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. और परमेश्वर का जो है काम प्रकट होता है। പത്രോസിന് അത് മനസ്സിലായി. पतरस को समझ में आया। പത്രോസ് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. पतरस ने कहा कि जो यीशु मसीह के नाम से तुम खड़ा हो जा। അവൻ ജീവിതത്തിൽ എഴുന്നേറ്റിട്ടില്ലാത്തവനാ. तो वो अपनी जिंदगी में कभी खड़ा नहीं हुआ। അവൻ ഒരിക്കലും അവൻ ചിന്തിച്ചില്ല അവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന്. वो कभी सोचा भी नहीं था कि वो उठ के जो है जाके चल के वो जीवित हो पाएगा। കാരണം എന്തെന്നറിയാമോ? क्यों पता है? അവൻ വർഷങ്ങളായി ഇരിക്കുന്നത് ആലയത്തിന്റെ ഫ്രണ്ടിലാണ്. क्योंकि बहुत समय से जो इस मंदिर के जो सामने बैठा है। ആ ആലയത്തിന് അകത്തും മുടന്തം കിടക്കുക, जो अंदर भी है പുറത്തും കിടക്കുക. बाहर भी है। എന്നാൽ ആരാധന എല്ലാം ക്രമത്തിൽ നടക്കുന്നു. परंतु आया से एकदम अच्छे से हो रहा है। അത് കൂറിന്റെ നിയമപ്രകാരം അത് നടന്നുകൊണ്ടിരിക്കുക. वो नियम के अनुसार हो रहा है। എന്നും നടക്കുന്നത് പോലെ നടക്കുന്നുണ്ട്. हम जो है हमेशा वैसे होता है। പക്ഷെ അകത്തും മാറ്റമില്ല, പുറത്തും മാറ്റമില്ല. परंतु अंदर ही बदलाव नहीं, बाहर ही बदलाव नहीं। അകത്തും കൂനിയായ സ്ത്രീയുണ്ട്. अंदर भी जो है वो झुकी हुई स्त्री है। അകത്ത് പ്രൈസലോ കൈ വരേണ്ട വ്യക്തിയുണ്ട്. अंदर भी जो है वो हाथ छोड़ा हुआ स्त्री है। ആമേൻ. അകത്ത് പ്രൈസലോട് മുടന്തരുണ്ട്. अंदर भी जो है लंगड़े हैं। വ്യാധികളാൽ പിടിപ്പെട്ടവരുണ്ട്. जो दुष्टांत से पकड़े हुए लोग हैं। അതുപോലെ പുറത്തും അനേകർ ഇരിപ്പുണ്ട്. वैसे बाहर भी बहुत लोग हैं। പക്ഷെ എല്ലാ കാര്യങ്ങളും മുറപടി നടക്കുന്നുണ്ട്. क्यों? लेकिन जब भी सब कुछ बातें एकदम वही सी हो रहा है, ഒരു മാറ്റവും കാണുന്നില്ല. कुछ बदलाव नहीं देख पा रहे। അങ്ങനെയാണോ ഇന്ന്? क्या वैसा है? ഒന്ന് अभी ചിന്തിച്ചു നോക്കിയേ. सोच के देखिए। ആമേ. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. जो प्रार्थना है और गीत है, अन्य भाषा सब कुछ है, പക്ഷെ ഒരു മാറ്റമില്ല. लेकिन कोई बदलाव नहीं। ജീവിതത്തിൽ ഒരു രൂപാന്തരമില്ല. जो जीवन में कोई रूपांतर नहीं, ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. जीवन में कोई अलग नहीं है। അങ്ങനെയെങ്കിൽ ऐसा है ഇന്ന് तो പകൽക്കാലം ഒരു മാറ്റത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. आज सुबह के समय हम एक बदलाव के हम समर्पण करेंगे। ഇത് എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. मेरे जीवन में होने, ഇത് എന്നിൽ കൂടെ നടക്കട്ടെ. मेरे द्वारा होने, എന്റെ ദേശത്തിൽ നടക്കട്ടെ. मेरे जो देश में होने, എന്റെ സഭയിൽ നടക്കട്ടെ. मेरे जो है सभा में होने, ആമേൻ. എന്റെ കുടുംബത്തിൽ നടക്കട്ടെ. मेरे जो है कुटुंब में होने। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? क्या आज सब समर्पण में तैयार है? ആമേൻ. ദൈവം മാറ്റിയെടുക്കുവാൻ ദൈവശക്തൻ. परमेश्वर जो है उसको बदलने के परमेश्वर तैयार है। ആമേൻ. ആ മുടന്തൻ പത്രോസിന്റെ കരത്തിൽ പിടിച്ചപ്പോൾ और वो जो लंगड़ा व्यक्ति जो पतरस का हाथ पकड़ने के समय അതുവരെയും അവന്റെ ജീവിതത്തിൽ പ്രാപിക്കാത്തതൊന്നും അവൻ പ്രാപിച്ചു. तब तक उनके जिंदगी में नहीं था, एक बात उन्होंने प्राप्त किया। ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി കരം നീട്ടാൻ നമ്മൾ ഒരുക്കമാണോ? आज सुबह के समय क्या हम किसी जो है लोगों के सामने हाथ बढ़ाने के तैयार है? നമ്മൾ പ്രാപിച്ചത് മറ്റുള്ളവരിൽ പകരുവാൻ നമ്മൾ ഒരുക്കമാണോ? हमने जो प्राप्त किया दूसरे को बताने के हमें जो है तैयार है। അവരുടെ ജീവിതത്തിലും ഒരു മാറ്റം സംഭവിക്കട്ടെ. उनके जीवन में एक बदलाव होने दीजिए। ഇന്ന് വരെയും പുറത്തിരുന്നവൻ जो है आज तक जो है बाहर बैठा हुआ है, വിടുതൽ ലഭിച്ചപ്പോൾ അവൻ അകത്ത് കഴിഞ്ഞു. उद्धार प्राप्त करने से वो अंदर आए। അനേകം പുറത്ത് കിടക്കുന്ന മുടന്തന്മാരെ അകത്ത് കയറ്റുവാൻ ആ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. कई सारे चरवाहों को जो है जो कई सारे जो लंगड़े हैं जो बाहर है उनको अंदर लेके आने परमेश्वर काम कर रहे हैं। ഇന്ന് പകൽക്കാലം നമുക്ക് അതിലേക്കായി तो സമർപ്പിക്കാം. आज सुबह के समय उसके हम अपने आप को समर्पण करें। ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. हम अपने आंखों को बंद करें। ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവത്തിന് പ്രസാദമായി. सुलेमान जो परमेश्वर से प्रार्थना किया, परमेश्वर प्रसन्न हो गए। ദൈവം അവനോട് പറയുക, परमेश्वर से कहते हैं നീ മറ്റൊന്നും ചോദിച്ചില്ല, कुछ और नहीं पूछा, നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചു. तुम्हें जो जरूरत है वही पूछा, നിനക്ക് അത്യാവശ്യമുള്ളത് നീ ചോദിച്ചു. तुम्हें जो है जरूरी है वही पूछा है। പലരും അത്യാവശ്യമുള്ളത് ചോദിക്കാതെ कई लोग जो है जो जरूरी है वो पूछे बिना മറ്റു പലതും ചോദിക്കുമ്പോൾ कई सारी दूसरे बातें पूछते हैं। നീ നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്നോട് ചോദിച്ചു. पर तुम तुम्हारी जिंदगी में जो आवश्यक है वही पूछा है। നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് നൽകി തരുന്ന ദൈവം. हमारे आवश्यक को जो है समझ कर हमें देने वाला परमेश्वर। ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? क्या हम आज सुबह प्रार्थना तैयार हैं? ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, फिर उन्हें एक बार ईश्वर से पूछे കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. जो है हमारे जो विश्वास है उसको बढ़ाने के लिए, ആമേൻ. ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വളരണം. हमारा जो विश्वास है बढ़ना है। ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, हमारे अंदर एक विश्वास है പക്ഷെ ഞങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. लेकिन वो प्रकट क्या नहीं हो रहा है, ഞങ്ങൾക്ക് കൽപ്പിക്കാൻ കഴിയുന്നില്ല. हमें आगे देने नहीं हो रहा है, ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നില്ല. हम बोल नहीं पा रहे हैं। എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. विश्वास को बढ़ाइएगा।
ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചു. सुलेमान ने भी ये कहा ദൈവം അവനത് നൽകി. और परमेश्वर ने उसे दिया। അത് മാത്രമല്ല നൽകിയത്, सिर्फ वही नहीं दिया, അവൻ ചോദിക്കാത്തതും കൂടെ നൽകി. उसे जो बोला पूछा नहीं वो भी दिया। അതാ ദൈവവചനം പറയുന്നത്, परमेश्वर वचन कहता है ആദ്യം അവന്റെ രാജ്യം നീതി അന്വേഷിക്കും. पहले उसके राज धार्मिकता की खोज करो, ആമേൻ. അതോടുകൂടെ എല്ലാം ലഭിക്കും. उसके द्वारा सभी कुछ मिल जाएगा। ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് ചോദിക്കാം. तो आज हम परमेश्वर से पूछते हैं നമുക്ക് ആവശ്യമുള്ളത് हमें जो कुछ भी आवश्यक ഇന്നതെന്നറിഞ്ഞ് ये है करके जानकर നമുക്ക് നൽകി തരുന്ന ദൈവം. हमें देने वाला परमेश्वर। ഇന്ന് പകൽക്കാലം സമർപ്പിക്കാമോ? हम के सब पे तैयार है, ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? हमसे प्रार्थना में तैयार है। എന്റെ ജീവിതത്തിൽ हमारे जीवन में ഇതുവരെയും अभी तक പ്രാപിക്കാൻ കഴിയാത്തത്, जो कुछ भी प्राप्त नहीं कर पाए, പ്രവർത്തിക്കാൻ കഴിയാത്തത് जो काम नहीं कर पाए, പലതും എന്റെ ജീവിതത്തിൽ कई सारे जो मेरे जीवन में തടസ്സമായി നിൽക്കുമ്പോൾ जो अड़चन के समान है, ഇന്ന് പകൽക്കാലം आज सुबह के समय എന്നെ ഇതാ സമർപ്പിക്കുന്നു. मैं अपने को समर्पण करता हूँ, എന്നെ ഇതാ मैं സമർപ്പിക്കുന്നു. अपने को समर्पण करता हूँ। ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ सुलेमान प्रार्थना किया जैसे ഇന്നതെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ये समझ से प्रार्थना करने, എനിക്ക് വിവേകം നൽകണം. मुझे जो है वो विवेक दीजिए, ആമേ. എനിക്ക് ജ്ഞാനം वो നൽകണം. ज्ञान दीजिए, എനിക്ക് ജ്ഞാനം നൽകണം. वो ज्ञान दीजिए, കാരണം എനിക്ക് ഇന്നതാണ് ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. क्योंकि मुझे नहीं पता ये पूछना है करके। ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ पवित्र आत्मा के जो है सहायता के द्वारा എന്റെ ആവശ്യങ്ങളെ मेरा जो आवश्यक है സ്തോത്രത്തോടുകൂടി അർപ്പിക്കുവാൻ धन्यवाद के साथ अर्पण ഇന്ന് करने പകൽക്കാലം या सुबह के समय എന്നെ ബലപ്പെടുത്തണം. मुझे बल देना। എന്റെ ആവശ്യം ഇന്നതാണ്. मेरा आवश्य ये है, എന്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. जीवन में ये सब समस्या है, എന്റെ ജീവിതത്തിൽ ഇന്ന പ്രതികൂലങ്ങളുണ്ട്. ये सब प्रतिकूल है, അതിൽ നിന്ന് എനിക്ക് മുന്നേറണം. उससे मुझे जो है आगे बढ़ना है। എനിക്ക് അങ്ങ് നൽകിയിരിക്കുന്ന ശക്തി अपने जो दिया हुआ शक्ति അത് മറ്റുള്ളവരിലേക്ക് പകരണം. वो दूसरे लोग तक पहुंचना है। ചില മുടന്തരെ സഭയ്ക്കുള്ളിൽ കയറ്റുവാൻ, कुछ लोगों को जो है कलीसिया में अंदर लेके आने के लिए, ചില തളർന്നു കിടക്കുന്നതിനെ ബലപ്പെടുത്തുവാൻ, जो कमजोर है उसको बल देने के लिए, ആമേൻ. ആശ നഷ്ടപ്പെട്ടതിന്, जो है आशा जो है नष्ट कर दिया हुआ, ജീവിതത്തിലെ സമാധാനമില്ലാതെ കിടക്കുന്നത്, जीवन में जो कुछ शांति नहीं है, സന്തോഷമില്ലാതെ കിടക്കുന്നത്, खुशी नहीं है, അവരുടെ ജീവിതത്തിലേക്ക് ആ സമാധാനവും സന്തോഷവും പകരുവാൻ तो उनके जीवन में खुशी और जो है शांति लेके आने के लिए അങ്ങ് എന്നിൽ പകർന്ന അഭിഷേകം मेरे ऊपर जो है उठा हुआ अभिषेक അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ दूसरे के ऊपर जो है जाने के लिए ഇന്ന് പകൽക്കാലം आज सुबह के എന്നെ ഇതാ സമർപ്പിക്കുന്നു. मैं आप लोगों को समर्पण എത്ര പേര് പ്രാർത്ഥിക്കും? कितने എത്ര പേര് സമർപ്പിക്കും? समर्पण तैयार ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. प्रार्थना करें, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथों में दे दें। ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ सूर्य में से प्रार्थना की है, അവൻ വിവേകം ചോദിച്ചു. उन्हें क्या है वो विवेक को पूछा ദൈവം അവൻ അത് നൽകി. और परमेश्वर ने उनको दिया। അവന് ചോദിക്കാത്തതും കൂടെ കൊടുത്തു. मुझे नहीं पूछा वो भी दिए, അവനോട് ഒരു കാര്യം പറഞ്ഞു, वो भी उनको कहा ഇന്ന് വരെയും अभी तक നിന്നെ പോലെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, आपके समान जो एक राजा नहीं था, ഇനി മുന്നോട്ട് ഉണ്ടാകത്തുമില്ല. आगे भी नहीं रहेगा, മുൻപും പിൻപും ആർക്കും ലഭിക്കാത്തതൊന്ന് आगे और पहले कभी नहीं मिला हुआ एक ശലോമോന് ദൈവം കൊടുത്തുവെങ്കിൽ सुलेमान राजा को परमेश्वर दिया है, तो എനിക്ക് നിങ്ങൾക്ക് തരുവാൻ ദൈവം സർവശക്തൻ. मुझे और आपको देने के लिए परमेश्वर सर्वशक्ति ആർക്കും കൊടുക്കാത്തതൊന്ന്, कोई भी किसी को नहीं मिला हुआ एक, ആമേ. നമ്മുടെ തലമുറകളിൽ പോലും കണ്ടിട്ടില്ലാത്തതൊന്ന്, हमारे पीढ़ी में हमने नहीं देखा हुआ एक बात, ആമേ. സകരിയാവിന്റെ ജീവിതത്തിൽ ദൈവം അതാ കൊടുത്തത്. ज़करिया के जीवन में परमेश्वर वही दिया, അവരുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു പേര് അവർക്ക് കൊടുത്തു. उनके जो कुटुंब में नहीं पता कि एक नाम दिया है, അവർക്ക് ആർക്കും ഇതുവരെയും ഇല്ലാതിരുന്ന ഒരു പേര് अभी तक उनको नहीं था एक नाम, ഇന്ന് പകൽക്കാലവും ആ പേര് മാറ്റുവാൻ ദൈവം സർവശക്തനാണ്. आज सुबह भी वो नाम बदलने के लिए परमेश्वर सर्वशक्तिमान है, ആർക്കും കൊടുക്കാത്തതൊന്ന് കൊടുക്കുവാൻ, किसी को नहीं देवा देने के लिए ആമേൻ. ദൈവം ഒരുക്കമാണ്. परमेश्वर तैयार അത് है। പ്രാപിക്കുവാൻ തയ്യാറാണോ? क्या आप प्रार्थना में तैयार हो? ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. क्या हम सिर्फ प्रार्थना करते हैं? സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവം, पिता अच्छा परमेश्वर, ഈ നല്ല പ്രഭാതത്തിനായി നന്ദി പറയും. ये सुबह के समय को धन्यवाद देते हैं। ശലോമോൻ പ്രാർത്ഥിച്ചത് ദൈവം നൽകി. सुलेमान जो प्रार्थना किया है वो मिल गया। ശലോമോന്റെ പ്രാർത്ഥന കർത്താവിന് പ്രസാദമായി തീരും. सुलेमान का प्रार्थना परमेश्वर को प्रसन्न हुआ। ഞങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, हमेशा प्रार्थना करते हैं, എന്നാൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിപ്പാൻ, लेकिन परमेश्वर की इच्छा के अनुसार प्रार्थना करने के लिए ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. हम जो है प्रसन्न होने का ही प्रार्थना करने के समय ഇന്ന് പകൽക്കാലം എന്നെ ഇതാ സമർപ്പിക്കണം. मैं आप लोगों को समर्पण करता हूँ, എന്നെ ബലപ്പെടുത്തുമാറാകണം, मुझे बल देना, ശക്തീകരിക്കുമാറാകണം, शक्ति देना, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. परमेश्वर के हाथों में देते हैं। കർത്താവ് ഇന്ന് വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. आज सुना हुआ सभी लोगों को आपके हाथों में समर्पण करते हैं, അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിപ്പാൻ जो उनके जीवन में एक बड़ा बदलाव होने के ഇന്ന് लिए പകൽക്കാലം തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് आज പ്രാർത്ഥിക്കും. सुबह के समय हम आपके हाथों में देकर प्रार्थना करते हैं। ദൈവശക്തി വ്യാപരിക്കട്ടെ, परमेश्वर की जो है शक्ति हो, ദൈവകൃപ വ്യാപരിക്കട്ടെ. परमेश्वर के अनुग्रह काम करे। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. पिता पुत्र पवित्र आत्मा के नाम से अनुग्रह की प्रार्थना करें, അവർ ഒരു അനുഗ്രഹ പാത്രമായി മാറി. एक अनुग्रह का पात्र बने। കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. परमेश्वर ने जो अद्भुत के धन्यवाद देते हैं, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. हमें भी जो है संभाल के धन्यवाद देते हैं। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവ്. यीशु मसीह के अधिकार भरा नाम से ആമേൻ. आमीन। ആമേൻ.